വെൽക്കം ബാക്ക്. നമ്മൾ ഈ സെഷനിൽ നമ്മൾ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ നോക്കിയേ, ക്യാരി ഔട്ട് ദ ഫോളോയിങ് ഡിവിഷൻസ്. അപ്പോൾ ഓരോ ഡിവിഷൻസും നമ്മൾ ചെയ്യണം. സോ ആദ്യമായിട്ട് നമുക്കൊരു ആക്ച്വലി ഒരു മോണോമിയൽ ബൈ മോണോമിയൽ ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും, പോളിനോമിയൽസ്, പിന്നെ പോളിനോമിയൽ മോണോമിയൽ, ദെൻ പോളിനോമിയൽ, അതേപോലെ തന്നെ എന്താ പറയുക പോളിനോമിയൽ, ആ രീതിയിലും ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ പറയുക നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡിലും ജസ്റ്റ് ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പെട്ടെന്ന് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ, 28x⁴. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് 2 ഇൻറ്റു, ആക്ച്വലി നമുക്ക് ഫുൾ ആയിട്ട് എഴുതാം ക്വസ്റ്റ്യൻ. ഏറ്റവും ആദ്യം 28x⁴ ഡിവൈഡഡ് ബൈ 56x. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് 28നെ നമുക്കറിയാം, 28 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 7 ആണ് അല്ലെ, 4 ഇൻറ്റു 7 ആണ്. സോ 4 ഇൻറ്റു 7 എന്നുള്ളതിനെ 2 ഇൻറ്റു 2 ഇൻറ്റു 7 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 28 എഴുതിയിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. 28 ബൈ 2 ചെയ്യുമ്പോൾ 14 ആവും, ബൈ 2 ചെയ്യുമ്പോൾ 7 ആവും. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള x⁴ ആണ്. സോ x ഇൻറ്റു x ഡിവൈഡഡ് ബൈ 56 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 28നെ ഇൻറ്റു 2 ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആകെ ചെയ്യാനുള്ള എന്താണ്, 2 ഇൻറ്റു 2 ജസ്റ്റ് എന്താ പറയാ 3 2 വരുന്നേ ഉള്ളൂ. ഇവിടെ 2 2 ആയിരുന്നു അല്ലെ, 28 ഇൻറ്റു 2 ആണ് 56. സോ ഇത് കഴിഞ്ഞിട്ട് ഇൻറ്റു 7, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻറ്റു എക്സ്. സോ സത്യം പറയുകയാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പ്രോബ്ലം ചെയ്ത് പരിചയമുള്ള ഒരു സ്റ്റുഡന്റിന് ഒറ്റ സ്റ്റെപ്പ് തന്നെ 28/56 1/2 എന്ന് കിട്ടും. x⁴/x ഒറ്റ സ്റ്റെപ്പിൽ x³ എന്ന് കിട്ടും. എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ x⁻m−1, കാരണം എന്താ ഇവിടെ പവർ 1 ആണുള്ളത് അല്ലെ. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. എന്താ ആൻസർ? x³/2 എന്നാണ് ഫൈനൽ ആൻസർ. ഓക്കെ, സോ അതാണ് നമ്മുടെ എന്താ പറയാ സെക്കൻഡ് പറഞ്ഞ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കോമൺ ടേമും ക്യാൻസൽ ചെയ്താൽ 2 2 ക്യാൻസലായി, ഈ 7ഉം ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് എക്സിന്റെ ടേം ആണെങ്കിൽ ഒരു എക്സ് ക്യാൻസൽ ആയി പോയി. സോ ഫൈനലി നമുക്കുള്ളത് നോക്കിയേ 1 2 3 x³ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്, 2 ആണുള്ളത്. അപ്പൊ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, 2 ഇൻറ്റു 7 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 7. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻറ്റു x⁴ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ ബേസിക്കലി. സോ ഈ 2 ഇതും കട്ടായി പോയി കഴിഞ്ഞാൽ 7ഉം കട്ടായി കഴിഞ്ഞാൽ 4−1 x³ ഡിവൈഡഡ് ബൈ 2, x³ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. അപ്പൊ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. പ്രോബ്ലം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത് -36y³ ഒരു നെഗറ്റീവ് ടേം എക്സ്ട്രാ ഉണ്ട് അല്ലെ, നെഗറ്റീവ് ടേം എക്സ്ട്രാ ഉണ്ട്, പിന്നെ y³ y² ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? സോ നമുക്ക് ഇതില് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസും നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, സോ അതില് എന്താ പറയാ വളരെ ഈസിയാണ്. ജസ്റ്റ് x⁴m/x⁴n എന്ന് പറഞ്ഞാൽ x⁴m−n എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. സോ ഇവിടെ ഏറ്റവും ആദ്യം -36 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു ഈ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് 6 ഇൻറ്റു 6 ആ. എന്താ 6 ഇൻറ്റു 6? 6 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 ആ, വീണ്ടും 2 ഇൻറ്റു 3. സോ 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇതാണ് എന്ത്, 36. നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, 2 ഇൻറ്റു 2 4 ഇൻറ്റു 9 ആണ് 36. 4 ഇൻറ്റു 9 ആണ് 36. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളത് എന്താ പറയാ y³ ആണ്. അതേപോലെ തന്നെ ഇവിടെ 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഇൻറ്റു 3 ആണ്, ഇൻറ്റു ആക്ച്വലി നമുക്ക് y² എന്ന് എഴുതാം, y². Okay, so
വൈ സ്ക്വയർ ഇത്രയും എഴുതി. ഇനി നമുക്ക് കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാം. 3 ക്യാൻസൽ ആയി. ഇനി നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 2 × 2 4 അല്ലെ, 4 × -1 -4. ഇനി ഇവിടെ y ക്യൂബ്, ഇവിടെ y സ്ക്വയർ. സോ m - n എന്നുള്ള ഫോമിൽ 3 - 2 1 എന്നാണ് വരിക. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ -4y എന്നാണ് വരിക. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യും. ഇതാണ് ഏറ്റവും എളുപ്പം. എന്തിനാ നമ്മൾ വെറുതെ y × y ഇങ്ങനെ എഴുതണേ? സോ ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ, -4y എന്നാണ് വരിക. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇവിടെ 66 pq² r³ ആണ് തന്നിട്ടുള്ളത്. അതേപോലെ ഡിനോമിനേറ്ററിൽ വരുന്നത് 11 qr² ആണ്. സോ നമുക്ക് ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ 66 pq² r³ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 11 qr². ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ പോളിനോമിയലിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളിനോമിയൽ ബൈ എന്താ പറയാ, വേറൊരു പോളിനോമിയൽ ഉള്ള കേസിൽ ഡിനോമിനേറ്ററിലുള്ള പോളിനോമിയൽ ന്യൂമറേറ്ററിൽ കറക്റ്റ് ക്യാൻസൽ ആവുന്ന ഒരു ടേം ആവും, അതിനാണ് ചാൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ 11 വന്നാൽ ഇവിടെ 66 വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് 6 × 11 ആണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. 6 × 11 ആണ് 66. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിനോമിനേറ്ററിൽ 11, ന്യൂമറേറ്ററിലോ 6 × 11. എന്താ 6 × 11? 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 3 ആണ്, × 11. സത്യത്തിൽ നമുക്ക് എങ്ങനെ 2 × 3 × 11 ഒന്നും എഴുതണ്ട, ആക്ച്വലി ക്യാൻസൽ ഔട്ട് ആയി പോവുക എന്താണ് 11 മാത്രമാണ്. സോ ഈവൺ ഇഫ് യു റൈറ്റ് ഇറ്റ് ആസ് 6 എന്ന് എഴുതിയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡ് ജസ്റ്റ് അതേ രീതിയിൽ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നോർമലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 × 11/11 എഴുതി 11 കട്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, 6 × സംതിങ് ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉള്ളത് പി ആണ്, ഇവിടെ പിയുടെ ടേമേ ഇല്ല, ശരിയല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യൂ ഉണ്ട്, ഇവിടെ 2 ആണ് പവർ, ഇവിടെ ക്യൂവിന്റെ പവർ 1 ആണ്. സോ നമുക്ക് 2 - 1 എന്ന് പറയാം. 6³ ഇവിടെ 6². സോ നമുക്ക് പറയാൻ പറ്റും 6 3 - 2 ഇതാണ് വരിക, 6 പവർ 3 - 2. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 11 ആൻഡ് 11 ക്യാൻസൽ ആയാൽ 6 ആണ് ഉണ്ടാവുക. പിന്നെ പി വരും, ഇവിടെ q⁻1 r⁻1. 6 pqr ആണ് ആൻസർ വരിക. സിമ്പിൾ അല്ലേ, 6 pqr ആണ് ആൻസർ വരിക. ഓക്കെ, കാരണം പി ഇവിടെ വരും q 2 - 1 q പവർ 1, ഇവിടെ r പവർ 1 എന്നാണ് വരിക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കി, ഇവിടെ 34 x⁻3 y⁻3 z⁻3 ബൈ 51 xy² z³ എന്നാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ കോമൺ ആയിട്ട് വരുന്ന ടേം എന്തായിരിക്കും? എന്തായിരിക്കും കോമൺ ആയിട്ട് വരിക? സോ ഇവിടെ 34 ആണെങ്കിലും 51 ആണെങ്കിലും അതിൽ കോമൺ ആയിട്ട് വരിക. ഇപ്പൊ 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 × 17 ആണ്, 2 × 17. അതേപോലെ തന്നെ 2 × 17 എന്ന് പറയുന്ന പോലെ തന്നെ ഡിനോമിനേറ്ററിലും 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസിക്കലി 2 × 17 34. അതിനോട് ഒരു 17 കൂടി ആഡ് ചെയ്താൽ 51 കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 × 17 എന്ന് പറയുന്നതിന് പകരം 3 × 17 എന്ന് ഇട്ടാൽ മതി. സോ നിങ്ങൾക്ക് എങ്ങാനും ഇതെങ്ങനെയാ ചെയ്യാന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ഇത് കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വിഷമവും ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, 51 എഴുതണു ബൈ 3 എന്താ വരിക, ഇവിടെ 51 2 ഡിവിസിബിൾ അല്ല, പിന്നെ എന്താ വരിക 3 ആണ് വരിക. അപ്പൊ 3 × 17 ആണ് എന്ത് 51 എന്നുള്ളത് നമുക്കറിയാം. സോ ഇതേ ചെയ്യാനുള്ളൂ, വലിയ സ്റ്റെപ്പ് ഒന്നുമില്ല. സോ 2 × 17 3 × 17. ഇനി ന്യൂമറേറ്ററിൽ x³ അല്ലെ, x³, പിന്നെ x³ ഇവിടെ x⁻1. സോ x⁻3 - 1 എന്ന് ഇടാം. ഇനി y പവർ ഇവിടെ 3 ഉണ്ട്, ഇവിടെ പവർ 2 ഉണ്ട്, y⁻3 - 2 എന്ന് എഴുതാം. അതേപോലെ തന്നെ z⁻3 ഇവിടെയും z⁻3. സോ z⁻3 - 3 ഇതാണ് വരിക.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ടേം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 2/3 ഇൻറ്റു ഇവിടെ എക്സ് പവർ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് പവർ 2 ആണ്, വൈ പവർ 3 മൈനസ് 1 വൈ ആണ് വരിക, സെഡ് പവർ 3 മൈനസ് 3 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല, സെഡ് പവർ 0 1 ആണ് വരിക. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. 2/3 എക്സ് സ്ക്വയർ വൈ എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 12a⁸ b⁸ ഡിവൈഡഡ് ബൈ -6a⁶ b⁴ എന്നാണ് ഉള്ളത്. ഓക്കെ, സോ ഏറ്റവും ആദ്യം 12a⁸ b⁸ ഡിവൈഡഡ് ബൈ -6a⁶ b⁴ ആണ് വരിക. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ന്യൂമറേറ്ററിൽ 2 × 6, ഇവിടെ താഴെ 6ഉം 6ഉം കട്ടാൽ ഫൈനൽ ആൻസറിൽ ന്യൂമറേറ്ററിൽ -2 എന്നാണ് ഉണ്ടാവുക. എങ്ങനെ -2 ആയത്? ഈ നെഗറ്റീവ് എന്താ പറയുക അവിടെ ഉണ്ടാവും, നെഗറ്റീവ് ക്യാൻസൽ ആവില്ലല്ലോ. സോ പിന്നെ എന്താ പറയുക, a⁴ അതേപോലെ a⁴ കട്ടാൽ a⁴ ന്യൂമറേറ്ററിൽ വരും. പിന്നെ b⁴ b⁴ എന്താ കട്ടാവുക, b⁴ കട്ടാവും. ബാക്കി എന്താ ഉണ്ടാവുക, b⁴ ന്യൂമറേറ്ററിൽ ഉണ്ടാവും അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഈ 12 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, 3 × 4 ആണ്, അല്ലെങ്കിൽ 2 × 2 × 3 ആണ്. സോ നമുക്ക് എഴുതാം 2 × 2 × 3 ഇൻറ്റു a⁴ 8 - 6 b⁴ 8 - 4, ഇവിടെ 8 ഇവിടെ 4 അല്ലേ, ഡിവൈഡഡ് ബൈ ഇവിടെ -6 എന്ന് പറയുമ്പോൾ -1 × 2 × 3 എന്നാണ് വരിക. ഈ 2ഉം ഈ 3ഉം കട്ടായി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക എന്താണ്, ഈ 2 മാത്രമാണ് ഇവിടെ വരിക, ഈ -1 കൂടി ബാക്കി ഉണ്ടാവും. സോ നമുക്ക് പറയാൻ പറ്റും -2 പറയാൻ പറ്റും -2. പിന്നെ 8 - 6 എന്താ, a² ആണ് വരിക. അതേപോലെ 8 - 4 ആണ് വരിക. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നത് ഡിവൈഡ് ദ ഗിവൺ പോളിനോമിയൽ ബൈ ദ ഗിവൺ മോണോമിയൽ എന്നാണ് പറയുന്നത്. പോളിനോമിയലിലെ മോണോമിയൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും ഒരു ടേം എങ്കിലും കട്ടാവുന്ന രീതിയിലെ ക്വസ്റ്റ്യൻ തരുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ എവിടെ എഴുതാം, 5x² - 6x ഡിവൈഡഡ് ബൈ 3x ക്വസ്റ്റ്യൻ എഴുതി. സോ ദിസ് ഇസ് ഈക്വൽ ടു, യു ക്യാൻ സേ ഇവിടെ എന്താ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക, എക്സ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റൂ അല്ലെ. കാരണം ഇവിടെ 5 × x × x ആണ്, ഇവിടെ 6 × x ആണുള്ളത്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 5 × x × x ആയതുകൊണ്ട് ഇവിടെ 5x - 6 എന്നാണ് വരിക. കാര്യം എന്താ, ഇവിടെയുള്ള ഒരു എക്സും ഇവിടെയുള്ള ഒരു എക്സും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ ടേം പോയാൽ 6 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ 5 × x × x ആ, അപ്പോ ഒരു എക്സ് പോയാൽ ബാക്കി 5x ഉണ്ടാവും. ഇവിടെ ഡിനോമിനേറ്ററിൽ 3x നമ്മൾ എഴുതി. ഇനി നമുക്ക് കോമൺ ടേം കട്ട് ചെയ്യാം, ഈ എക്സും ഈ എക്സും കട്ടാവും. സോ ബാക്കി വരിക 5x - 6 ഡിവൈഡഡ് ബൈ 3 ആണ്. 5x - 6 ഡിവൈഡഡ് ബൈ 3 ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ 5 × x × x എന്ന് ആദ്യം എഴുതിയിട്ട് -6 × x എന്ന് എഴുതിയിട്ട് എക്സ് പുറത്തെടുക്കാനും ഒരു കുഴപ്പമില്ല, ഏത് രീതിയിലും ചെയ്യാം. സോ ദിസ് ഇസ് ഓൾസോ ഓക്കെ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ പോളിനോമിയലിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ y⁴ ആണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ 3y⁸ 8 - 4y⁴ പ്ലസ് 5y⁴ ഡിവൈഡഡ് ബൈ y⁴ എന്നാണുള്ളത്. സോ ഇത് തന്നെ നമുക്ക് 2 അല്ലെങ്കിൽ 3 രീതിയിൽ ചെയ്യാം. എന്താ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇവിടെ y × y × y × y ഇങ്ങനെ 8 പ്രാവശ്യം മൾട്ടിപ്ലൈ, ഇവിടെ 6 ടൈംസ്, ഇവിടെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് കോമൺ ആയിട്ട് എന്ത് വരും, 4 ടൈംസ് ആണ് പുറത്ത് വരിക. എന്നിട്ട് ആ 4 ടൈംസും ഇവിടെയുള്ള 4 ടൈംസും ക്യാൻസൽ ചെയ്യാം, ഒരു മെത്തേഡ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ y⁴ ഓരോ ടേമിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ടേമിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എന്നിട്ട് 3y⁸ by y⁴ - 4y⁶ by y⁴ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് മൂന്നാമത്തെ മെത്തേഡിൽ ഡയറക്റ്റ് 3y⁸ - 4
-4y⁻⁶ പ്ലസ് 5y⁴ ഇത് ഒറ്റയടിക്ക് ചെയ്യാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. സോ നമുക്ക് ഇതിൽ ഏത് മെത്തേഡ് എടുക്കാൻ പറ്റുക? ഇവിടെ നമുക്ക് എന്താ പറയാ, ഏറ്റവും ആദ്യം കോമൺ ആയിട്ട് y⁴ എടുക്കാം. കാരണം ലോവസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ y⁴ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ y⁴ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ഇൻറ്റു ബാക്കി വരിക 3y⁴ ആണ്. എങ്ങനെ കിട്ടണേ? ഒന്നുമില്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 + 4 8 കിട്ടണ്ടേ അല്ലെ? അപ്പൊ അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യാം? മൈനസ് ഇവിടെ 4y⁴ പ്ലസ് 5 എന്ന് വരും, ഡിവൈഡഡ് ബൈ y⁴ എന്നാണ് വരിക. ഈ ടേമും ക്യാൻസൽ ആയാൽ നമ്മുടെ ഫൈനൽ ആൻസർ ദിസ് ഇസ് ഈക്വൽ ടു 3y⁴ മൈനസ് 4y² പ്ലസ് 5 എന്നാണ് വരിക. ഇത് ഒരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. രണ്ടാമത്തെ മെത്തേഡ് എന്താ? രണ്ടാമത്തെ മെത്തേഡ് ക്വസ്റ്റ്യൻ ഇവിടെ ഒന്നുകൂടി എടുത്തെഴുതാം. 3y⁸ മൈനസ് 4y⁴ പ്ലസ് 5y⁴ ഡിവൈഡഡ് ബൈ y⁴. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3y⁸ ബൈ y⁴ മൈനസ് ഇതാണ് വരിക. ഇനി ഈ സ്റ്റെപ്പിൽ നമുക്ക് പറയാൻ പറ്റും 3y⁸ മൈനസ് 4 പ്ലസ് പ്ലസ് അല്ല, ഇവിടെ മൈനസ് അല്ലേ? സോ മൈനസ് ആകുമ്പോൾ ഇവിടെ മൈനസ് എന്നിട്ടിട്ട് 4y⁻6 മൈനസ് 4 പ്ലസ് 5 ഇതാണ് വരിക. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 3y⁴ മൈനസ് 4y² പ്ലസ് 5 എന്നാണ് വരിക. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നോക്കിയേ, കണ്ടോ? ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ? ഡയറക്റ്റ് ഓരോ വൈയുടെ പവറിലും എന്ത് ചെയ്യുക? 4 മൈനസ് ചെയ്യുക. സോ നമുക്ക് പറയാൻ പറ്റും ഒറ്റ സ്റ്റെപ്പിൽ 3y⁸ മൈനസ് 4 മൈനസ് 4y⁻6 മൈനസ് 4 പ്ലസ് 5y⁴ മൈനസ് 4 എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് ആൻസർ അവിടെയും കിട്ടും. ഏതും ചെയ്യാം, നിങ്ങൾ ഇഷ്ടമാണ്. സോ ഇതോടുകൂടി എന്ത് ചെയ്തു? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതൊന്നും കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? കോമൺ ടേം ഔട്ട് സൈഡ് എടുത്താൽ മാത്രം മതി. ഓക്കെ, സോ നമുക്ക് ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. 8 × x³ y² z² പ്ലസ് x² y³ z² പ്ലസ് x² y² z³ divided by 4x² y² z². ഏറ്റവും ആദ്യം ഈ നമ്പേഴ്സ് പരസ്പരം എന്ത് ചെയ്യാം? കട്ട് ചെയ്താൽ ന്യൂമറേറ്ററിൽ 2 വരും അല്ലെ? അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു എന്താ പറയുക? 4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 ആണ്, ഡിവൈഡഡ് ബൈ 2 × 2 ആണ് വരിക അല്ലെ? 8 ഡിവൈഡഡ് ബൈ 4. സോ ബാക്കി വരിക കണ്ടോ? ആക്ച്വലി 4 എണ്ണം എഴുതിയില്ല, 3 ആണ് വരിക കേട്ടോ. 2 × 2 × 2 അല്ലേ 8? യെസ്. അപ്പോ ഈ രണ്ട് 2s പരസ്പരം ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടേമിലും കോമൺ ആയിട്ട് എന്ത് എന്നുള്ളത് പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എങ്ങനെയാ പുറത്തെടുക്കുക? ഇവിടെയുള്ള ഏറ്റവും ചെറുത് x⁻2 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തെടുക്കാൻ പറ്റും. സോ നിങ്ങൾ നോക്കി, ഇവിടെ ഇൻറ്റു x⁻, തൽക്കാലം ഫുൾ എഴുതാം, x² y³ z² ആണ് അല്ലെ? y³ z². y³ z² പിന്നെ x² y² z³ divided by x² y² z².
അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ, ഈ ഒരു 2 ഇവിടെ ബാക്കി വന്നു. ഇനി ഓരോ ടേമിനെയും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഓരോ ടേമിനെയും. ഇതൊരു മെത്തേഡ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ടേം ആയിട്ട് എന്ത് പുറത്തെടുക്കാം, ആക്ച്വലി ഇവിടെ XYZ ടേം കോമൺ ആയിട്ട് പുറത്തെടുക്കാം, എന്നിട്ട് ക്യാൻസൽ ചെയ്യാം. ഏതായാലും സെയിം ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. 2 മെത്തേഡും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ കോമൺ ടേം ഇവിടെ പുറത്തെടുക്കാം, എന്നിട്ട് ചെയ്യാം. ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, ആൻസർ സെയിം ഉണ്ടാവുക. സോ ഇവിടെ 2 ഇവിടെ ഓൾറെഡി ഔട്ട്സൈഡ് ഉണ്ട്. ഇനി നിങ്ങൾ നോക്കിയേ, എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ ഏതാ ചെറിയ ടേം? എക്സ് സ്ക്വയർ ആണ് ചെറുത്, അത് നമ്മൾ എടുത്തു. വൈ സ്ക്വയർ വൈ ക്യൂബ് വൈ സ്ക്വയർ, ചെറുത് വൈ സ്ക്വയർ ആണ്, വൈ സ്ക്വയർ നമ്മൾ എടുത്തു. ഇനി സെഡ് സ്ക്വയർ സെഡ് ക്യൂബ് സെഡ് സ്ക്വയർ നമ്മൾ പുറത്തെടുത്തു. ഇനി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ പോയാൽ ബാക്കി ഇവിടെ ഉണ്ടാവേണ്ട എക്സ് ക്യൂബിലുള്ള ഒരു എക്സ് മാത്രമാണ്. സോ നമുക്ക് ഇവിടെ എക്സ് വരും. അതേപോലെ ഇവിടെ 2 പവർ പോയ ഇവിടെ വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൽ വൈ ബാക്കി വരും. ഇവിടെ സെഡ് ക്യൂബ് ആണല്ലേ വ്യത്യാസമുള്ളത്, സെഡ് ഇവിടെ ബാക്കി വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. നിങ്ങൾ നോക്കി, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ എല്ലാം ക്യാൻസൽ ആയി അല്ലെ. ഇനി നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ടുള്ളത് ദിസ് ഇസ് ഈക്വൽ ടു 2 into x plus y plus z ആണ്. 2 into x plus y plus z ആണ്. കുഴപ്പമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഇതാണ് കിട്ടുക. സോ ഇത് തന്നെ നമുക്ക് എങ്ങനെയും ചെയ്യാം, ഈ ടേം ഓരോ ടേമിന്റെ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഏതുപോലെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇതാ നോക്കിയേ, ഓരോ ടേമിനും ഇത് കൊടുത്തു, ഇതിന് താഴെ ഇത് കൊടുത്തു, ഇതിന് താഴെ ഇത് കൊടുത്തു, അങ്ങനെയും ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യനിൽ 2x ആണല്ലേ ഡിവൈഡ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഒരു എക്സിന്റെ ടേം മാത്രമേ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം എക്സ് ക്യൂബ് അല്ലേ ഉള്ളത്, അവിടെ 2ന്റെ ഫംഗ്ഷൻ 2ന്റെ ഫാക്ടേഴ്സ് ഒന്നും ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഇല്ല, ഇവിടെ 2 മാത്രമുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും ആക്ച്വലി എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3x ഡിവൈഡഡ് ബൈ 2x എന്ന് എഴുതാം. കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഏറ്റവും ചെറിയ എക്സിന്റെ ടേം ഇതാണ് അല്ലെ. സോ നമുക്ക് എക്സ് പുറത്തെടുക്കാൻ പറ്റും. എക്സ് പോയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2x എന്നാണ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേമും കട്ടായി പോകും, ഈ 2 ടേം കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്, ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 എന്നാണ് വരിക. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2, ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ ഇതിനെ 1 into 3 3 ആണ്. അതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 അല്ലേ, 1 പ്ലസ് 1. ഓക്കെ, കുഴപ്പമില്ല, ഇത് ഫാക്ടറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ചെയ്താൽ തന്നെ സംഭവം ഓക്കെയാണ്. ഫാക്ടറൈസേഷന്റെ ഇത് ഇനി എക്സ്ട്രാ ഇനി ചെറുതാക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ ഓക്കെയാണ്, ഇത്രയും മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്. ഇവിടെ നമുക്ക് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ എന്നുള്ള രീതിയിൽ എഴുതാം. മൊത്തത്തിൽ ഓൾ ഡിവൈഡഡ് ബൈ പി ക്യൂബ് 2 സ്ക്വയർ നമുക്ക് ആദ്യം എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഏറ്റവും ചെറിയ പിയുടെ ടേം എന്താ, ന്യൂമറേറ്ററിൽ പി ക്യൂബ് ആണ്. പിന്നെ ക്യൂവിന്റെ ഏറ്റവും ചെറിയ പവർ ഏതാ, ക്യൂ ക്യൂബ് ആണ് അല്ലെ. ബാക്കിയുള്ളത് ഇവിടെ ക്യൂ പവർ, ഇവിടെ 6 3 കുറച്ച് എത്ര വരിക, 6 3 കുറച്ച് കഴിഞ്ഞാൽ ക്യൂ ക്യൂബ് ആണ് ഉണ്ടാവുക. അതേപോലെ ഇവിടെ പിന്റെ പവർ 6 അല്ലേ, 6 3 കുറച്ച് എത്ര ഉണ്ടാവുക, ഇവിടെ 3 ആണ് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പുറത്തെടുത്ത ടേം കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സെയിം ടേം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എന്താ, പി ക്യൂബ് ഇൻറ്റു ക്യൂ പവർ 3 ഇൻറ്റു ക്യൂ പവർ 3, പി ക്യൂബ് ഇൻറ്റു ക്യൂ പവർ 3 പ്ലസ് 3 6 ആണ് വരിക. കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഈ പി ക്യൂബ് ക്യൂ ക്യൂബ് ഇൻറ്റു പി പവർ 3 ചെയ്താൽ 3 3 6 വരും. സോ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഇതാണ്.
അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള റിലേഷൻ തന്നെയാണ് എക്സ് പവർ എം പ്ലസ് എൻ. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ, ഡിവിഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ പ്രോബ്ലം ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫുള്ള് മൾട്ടിപ്ലൈ എന്നിട്ട് വേണം ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കാൻ അല്ലേ. സോ ഇത്രയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ഓൾമോസ്റ്റ് കിട്ടി. കാര്യം എന്താ, ഇവിടെ പി ക്യൂബ് ഉണ്ട്, ഇവിടെയും പി ക്യൂബ് ഉണ്ട്. പി ക്യൂബും ക്യാൻസലായി. ഇവിടെ ക്യൂ ക്യൂബ് ഉണ്ട്, ഇവിടെ ക്യൂ സ്ക്വയർ ഉണ്ട്. ഇത് ക്യൂ സ്ക്വയർ കട്ടാവും. ഇവിടെ ക്യൂ ക്യൂബ് എന്ന് പറയുന്ന സമയത്ത് എന്താ ബാക്കി ഉണ്ടാവുക, ഇവിടെ ക്യൂ ആണ് ബാക്കി ഉണ്ടാവുക. അപ്പൊ ക്യൂ എങ്ങനെ ക്യൂ ബാക്കി ഉണ്ടാവുക, ഇവിടെ 3 - 2 ക്യൂ പവർ 3 - 2 ചെയ്താൽ ക്യൂ പവർ 1 അല്ലേ ഉണ്ടാവുക. സോ ഈ 3 കട്ടായിട്ട് ഇവിടെ എന്ത് വരും, പവർ 1 വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ക്യൂ ക്യൂബ് മൈനസ് ഇതാണ് വരിക. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ഒരു സെക്കൻഡ് കേട്ടോ. ഇവിടെ ക്യൂ ക്യൂബ് അല്ലുള്ളത്, സോറി ഫോർ ദാറ്റ്, ഇവിടെ ക്യൂ ക്യൂബ് ആണുള്ളത്. സോ ഞാൻ എഴുതിയത് മാറിപ്പോയതാണ്. സോ ക്യൂ ക്യൂബ് ആവുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെയുള്ള ടേം പരസ്പരം ക്യാൻസൽ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് മാറ്റി എഴുതാം. ഇതാ ഇവിടെ ക്യൂബ് ഉണ്ടാവും. ആ ഒരു ക്യൂബ് മൊത്തത്തിൽ എന്ത് ചെയ്യും, കട്ടായി പോവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കട്ടായി പോകുന്ന സമയത്ത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഓക്കെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ക്യൂ ക്യൂബ് മൈനസ് പി ക്യൂബ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ടേമും ഇല്ല. സോ ഈ രണ്ട് ടേമും പൂർണ്ണമായിട്ടും കട്ടാവും. ജസ്റ്റ് ഒന്നുകൂടെ പറയാം, ഇവിടെ പി ക്യൂബ് ക്യൂ ക്യൂബ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്നതും പി ക്യൂബ് ക്യൂ ക്യൂബ് ആണ്. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള റിമൈനിങ് ടേം മാത്രമാണ്. ഇതിപ്പോൾ മാഞ്ഞു പോയതാണ്. സോ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ക്യൂ ക്യൂബ് മൈനസ് പി ക്യൂബ് എന്നാണ് വരിക. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 10x - 25 ഡിവൈഡഡ് ബൈ 5 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ 5 എന്ന് പറയുന്ന നമ്പറാണ്. സോ വളരെ ഈസിയാണ്. സോ നമുക്ക് ഏറ്റവും ആദ്യം ഈ 10x - 25 ബൈ 5 എന്നുള്ളതിനെ എന്ത് ചെയ്യാം, 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 5 ആണ്, ഇൻറ്റു എക്സ് മൈനസ് 25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 5 ആണ്, ഡിവൈഡഡ് ബൈ 5 എന്നാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും, നേരത്തെ ചെയ്ത അതേപോലെ അല്ലെ. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 5 × 2x - 5 ഡിവൈഡഡ് ബൈ 5 എന്നാണ് വരിക. That means this common term can be cancelled, so that the final answer is 2x - 5. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു 5 ഇവിടെ 10/5 2x വരും. ഇനി 25/5 5 വരും. ഡയറക്റ്റും ചെയ്യാൻ പറ്റും. കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ആ രീതിയിൽ ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 10x - 25 ബൈ 2x - 5 എന്നാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക, ഡിവൈഡഡ് ബൈ 2x - 5 എന്നാണ് വരിക. എന്താ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? ഇപ്പോ ന്യൂമറേറ്ററിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 5 × 2 × x - 5 × 5 ഡിവൈഡഡ് ബൈ 2x - 5 എന്ന് എഴുതാം. ഇനി എന്താണ് ഇവിടെയുള്ള കോമൺ ടേം, ഇവിടെ 5 കോമൺ ആണ്, ഇവിടെയും 5 കോമൺ ആണ്. സോ ഇഫ് യു ടേക്ക് ദ 5 ഔട്ട്സൈഡ്, ബാക്കി എന്താ ഉണ്ടാവുക, 2x - 5 ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ദ കോമൺ ടേം ഇൻ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ് കോമൺ ടേം. ഈ മൊത്തം ടേം ആണ് ക്യാൻസൽ ആയി പോവുക. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 5 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് 2y + 7 ആണ് താഴെ വരുന്നത്. സോ ബേസിക്കലി ഈ 2y + 7 ഇവിടെ എവിടെയെങ്കിലും കിട്ടും നിങ്ങൾക്ക്. സോ അതാണ് നമുക്ക് നോർമലി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, എ പോളിനോമിയൽ ബൈ അനദർ പോളിനോമിയൽ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഏറ്റവും ആദ്യം 10y × 6y + 21 ഡിവൈഡഡ് ബൈ
5 ഇൻറ്റു 2y പ്ലസ് 7 ഇതാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. സോ ഇവിടെ നമുക്ക് 10y-നെ 5 ഇൻറ്റു 2 ഇൻറ്റു y എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ ഇവിടെ 6y പ്ലസ് 21 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ. തൽക്കാലം നമുക്കത് അതേപോലെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ചെറുതാക്കാം. ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ഓക്കെ. സോ ഇവിടെ കട്ടാവുന്നത് 5ഉം 5ഉം ആണ് അല്ലേ. 5ഉം 5ഉം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ദിസ് ഇസ് ഈക്വൽ ടു 2y ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. ഇനി ഈ 6y-ലും 21-ലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്താ? അത് 3 ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഇസ് വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാട്ടോ, അല്ലെങ്കിൽ ഡയറക്റ്റ് പുറത്തെടുക്കാം. സോ നമുക്ക് തൽക്കാലം സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. 2 ഇൻറ്റു 3y മൈനസ് 3 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2y പ്ലസ് 7. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോമൺ ആയിട്ടുള്ള നമ്പർ എന്ന് ചോദിച്ചാൽ ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ആ 3 നമുക്ക് പുറത്തെടുക്കാം. ആ 3 നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2y ഇൻറ്റു 3 ഇൻറ്റു 2y മൈനസ് 7 ആയി വരും. എന്താ കാര്യം? ഈ 3 പോയാൽ ഇവിടെ 2y ആണുള്ളത്, ഈ 3 പോയി കഴിഞ്ഞാൽ ഇവിടെ 7 ആണുള്ളത്. സോ ഇത് ഡിവൈഡഡ് ബൈ 2y മൈനസ് 7 എന്നാണ് വരിക. ഡിനോമിനേറ്റർ നോക്കിയേ, 2y ഇവിടെ 1 സെക്കൻഡ്, ഇവിടെ ഫുള്ള് പ്ലസ് ആണല്ലോ, സോറി, ഇവിടെ ഫുള്ള് പ്ലസ് ആണ്. ഓക്കെ, സോ ഫുള്ള് പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, അത് ഇവിടെയും അതേപോലെ വരും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കോമൺ ടേം ഇവിടെ 2y പ്ലസ് 7 എന്നുള്ളതാണ് ഇവിടെ ഒക്കെ കോമൺ ടേം. അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ക്യാൻസൽ വിത്ത് ദിസ് വൺ. സോ ദാറ്റ് ഫൈനൽ ആൻസർ ഈസ് 2y ഇൻറ്റു 3. 2y ഇൻറ്റു 3 എന്താണ്? 6y എന്നാണ് വരിക. സോ ഇത്ര മാത്രമാണ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. 6y ആണ് എന്ത്? ഫൈനൽ ആൻസർ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. സോ നിങ്ങൾ നോക്കിയേ, 9x സ്ക്വയർ y സ്ക്വയർ ഇൻറ്റു 3z മൈനസ് 24 ഡിവൈഡഡ് ബൈ 27xy ഇൻറ്റു z മൈനസ് 8. z മൈനസ് 8. അപ്പൊ ആക്ച്വലി നമുക്ക് ഓരോ ടേമും ഫാക്ടറൈസ് ചെയ്യാം. ഇവിടെ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 ഇൻറ്റു 3 ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഴയ മെത്തേഡിലൊന്ന് ചെയ്യാം, മറ്റൊന്നുമല്ല, അത് മറന്നു പോയിരിക്കാനാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് ആണ്. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈ ഇൻറ്റു വൈ ആണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ 3z മൈനസ് 24-നെ 3 ഇൻറ്റു z മൈനസ് 24 എന്താ? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 ആണ് എന്ത്? 24. സോ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 8 3 24 കറക്റ്റ് ആണ്. ഡിവൈഡഡ് ബൈ എന്ത് വരും? 27-നെ നമുക്ക് 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. പിന്നെ എക്സ് വൈ ബാക്കി z മൈനസ് 8 ഇത്രയാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3യും ഈ 3യും പരസ്പരം കട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് ഈ എക്സും ഈ എക്സും കട്ട് ചെയ്യാം, ഈ വൈയും കട്ട് ചെയ്യാം അല്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ എക്സ് വൈ ബാക്കിയുണ്ട് അല്ലെ, എക്സ് വൈ ബാക്കിയുണ്ട്. ഈ ഡിനോമിനേറ്ററിൽ എന്താ ബാക്കിയുള്ളത്? 3 ഇൻറ്റു z മൈനസ് 8 ആണ് ബാക്കിയുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു ടേം ഉണ്ട്. 3 ഇവിടെ 2 സ്ഥലത്ത് എന്താണ്? കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയൊരു ടേം ആണ്. ആ 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പുറത്തെടുക്കാം. ഇൻറ്റു 3 ഇൻറ്റു ബാക്കിയുള്ളത് എന്താ? z മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 z മൈനസ് 8 ആണ്, z മൈനസ് 8 ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഈ 3യും ഈ 3യും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. മാത്രമല്ല z മൈനസ് 8ഉം z മൈനസ് 8ഉം കൂടി എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാം. സോ ഫൈനലി നമുക്കുള്ളത് എന്താ? എക്സ് വൈ എന്ന് പറയുന്ന ഒരു ആൻസർ മാത്രമാണ് അല്ലെ. എക്സ് വൈ എന്ന് പറയുന്ന ഒരു ആൻസർ മാത്രമാണ് ഇവിടെ നമുക്ക് ബാക്കിയുള്ളത്. ക്ലിയർ ആണല്ലോ? സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പഴയ മെത്തേഡിലായാലും കുഴപ്പമില്ല, പുതിയ മെത്തേഡായാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.